Monic polynomial and the irreducible polynomial for alpha over capital F. Definition: a polynomial having 1 as the coefficient of the highest power of x appearing is a monic polynomial. That means, suppose we have a polynomial f of x equal to a naught plus a1x plus etc plus an x raised to n. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പോളിനോമിയലിലെ വേരിയബിൾ എന്ന് പറയുന്നത് എക്സ് ആണ് അല്ലേ. അപ്പോൾ ഈ വേരിയബിൾ എക്സിൻ്റെ ഹയസ്റ്റ് പവർ ഏതാണെന്ന് നോക്കുക. ഈ പോളിനോമിയലിൻ്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് എക്സ് റൈസ് ടു എൻ ആണ്. ഓക്കെ, അങ്ങനെ ഏതൊരു പോളിനോമിയൽ ചൂസ് ചെയ്യുകയാണെങ്കിലും ആ പോളിനോമിയലിലുള്ള വേരിയബിളിൻ്റെ ഹയസ്റ്റ് പവർ ഏതാണെന്ന് നോക്കുക. ഓക്കെ, ആ ഹയസ്റ്റ് പവറിൻ്റെ കോയിഫിഷ്യൻറ്റ്, ഇവിടെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് എക്സ് റൈസ് ടു എൻ ആണ്. ആൻഡ് ഈ എക്സ് റൈസ് ടു എന്നിൻ്റെ കോയിഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് എ എൻ ആണ്. Okay, and if that an equal to 1, then we call this polynomial f of x as a monic polynomial. Okay, അപ്പോൾ ഏതൊരു പോളിനോമിയലിൻ്റെയും വേരിയബിളിൻ്റെ ഹയസ്റ്റ് പവറിൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ആണെങ്കിൽ ആ പോളിനോമിയലിനെ നമ്മളൊരു മോണിക് പോളിനോമിയൽ എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കൺസിഡർ ദിസ് പോളിനോമിയൽ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 അല്ലേ. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. സോ ദിസ് എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് 1 ആണ്. Therefore, this is a monic polynomial. Okay. Now, we know that the set of all real numbers R is an extension field of set of all rational numbers Q. And we can denote it by Q is a subfield of R. And we also know that root 2 belongs to the set of all real numbers is algebraic over Q അല്ലേ. ഈ റൂട്ട് 2 എന്ന് പറയുന്നത് ഓവർ ക്യൂവിൽ ഓൾജിബ്രൈക്ക് ആണെന്ന് നമുക്കറിയാം. സിൻസ് എന്തുകൊണ്ടാണ് ഈ റൂട്ട് 2 എന്ന് പറയുന്നത് ഓവർ ക്യൂവിൽ ഓൾജിബ്രൈക്ക് ആണെന്ന് പറഞ്ഞത്? സിൻസ് ദിസ് റൂട്ട് 2 ഈസ് എ റൂട്ട് ഓഫ് എ പോളിനോമിയൽ എക്സ് സ്ക്വയർ മൈനസ് 2, we can say that this element root 2 belongs to the set of all real numbers is algebraic over Q. ഇത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അപ്പം ലാസ്റ്റ് ക്ലാസ് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം ഇത് കാണുക. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു ഈ റൂട്ട് 2 എന്ന ആറിനകത്തുള്ള റൂട്ട് 2 എന്ന ഈ നമ്പർ ഓൾജിബ്രൈക് ഓവർ Q ആണ്. സിൻസ് ദിസ് റൂട്ട് 2 ഈസ് എ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2 ആൻഡ് ദാറ്റ് എക്സ് സ്ക്വയർ മൈനസ് 2 ബിലോങ്സ് ടു Q of x. ഓക്കെ, ആൻഡ് we called this polynomial x square minus 2 as irreducible polynomial of root 2 over Q, and we denote it by irreducible of root 2 over Q equal to x square minus 2. അവിടെ നമ്മൾ ഈ പോളിനോമിയലിൽ നിന്നിട്ട് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് റൂട്ട് 2 ഓവർ Q എന്ന് വിളിച്ചു. ആൻഡ് വി ഡിനോട്ട് ഇറ്റ് ബൈ ഇറഡ്യൂസിബിൾ ഓഫ് റൂട്ട് 2 ഓവർ Q ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2. കാരണം ഈ റൂട്ടായി വരുന്ന മറ്റ് രണ്ട് പോളിനോമിയൽസിനെയും നമ്മൾ ആ കഴിഞ്ഞ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തു. പക്ഷെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ആ മറ്റ് രണ്ട് പോളിനോമിയൽസിനെയും നമുക്ക് ഈ എക്സ് സ്ക്വയർ മൈനസ് 2ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുമായിരുന്നു. ദാറ്റ് മീൻസ് ദിസ് പോളിനോമിയൽ എക്സ് സ്ക്വയർ മൈനസ് 2 ഈസ് ആൻ ഇറഡ്യൂസിബിൾ പോളിനോമിയൽസ് ആൻഡ് അതർ 2 പോളിനോമിയൽസ് ആർ റെഡ്യൂസിബിൾ പോളിനോമിയൽ. ദാറ്റ്സ് വൈ വി ഡിനോട്ട് ദിസ് പോളിനോമിയൽ എക്സ് സ്ക്വയർ മൈനസ് 2 ഈക്വൽസ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് റൂട്ട് 2 ഓവർ Q. ഓക്കെ, മറ്റ് രണ്ട് പോളിനോമിയൽസ് എന്ന് പറയുന്നത് ഈ എക്സ് സ്ക്വയർ മൈനസ് 2ൻ്റെ മൾട്ടിപ്പിൾസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ രണ്ട് പോളിനോമിയൽസിനെ നമുക്ക് ഇറഡ്യൂസിബിൾ പോളിനോമിയൽസ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, സോ വി റൈറ്റ് ദി ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് റൂട്ട് 2 ഓവർ Q ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2. സോ ഹിയർ കംസ് ദ ആക്ച്വൽ ഡെഫിനിഷൻ ഓഫ് irreducible polynomial of alpha over f. ഇവിടെയാണ് നമ്മൾ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓവർ എഫിൻ്റെ ആക്ച്വൽ ഡെഫിനിഷൻ പറയുന്നത്. ഓക്കെ, സോ ലെറ്റ് ഇ ബി ആൻ എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് എഫ് ആൻഡ് ലെറ്റ് ആൽഫ ബിലോങ്സ് ടു ഇ ബി ഓൾജിബ്രൈക് ഓവർ എഫ്. ദ യൂണിക് മോണിക് irreducible polynomial p of x belongs to capital F of x such that p of alpha equal to 0 is the irreducible polynomial for alpha over f, and it will be denoted by irreducible polynomial of alpha over f.
The degree of irreducible polynomial of alpha over f is the degree of alpha over f, denoted by dg of alpha over f. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഒരു ഇറെഡ്യൂസിബിൾ, suppose we have two field f and e, where e is an extension field of f and I choose an element alpha belongs to the extension field e, then the irreducible polynomial of alpha over f is a polynomial. This is a polynomial which holds some conditions. The first one, ഒരു പോളിനോമിയൽ എഫ് ഓഫ് എക്സിന് ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓവർ എഫ് എന്ന് പറയണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ ദാറ്റ് മസ്റ്റ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. അത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനകത്ത് വേണം. ആൻഡ് സെക്കൻഡ് പ്രോപ്പർട്ടി, ഇറ്റ് മസ്റ്റ് ബി ഇറെഡ്യൂസിബിൾ, അത് ഇറെഡ്യൂസിബിൾ ആയിരിക്കണം. ആൻഡ് ദ തേർഡ് വൺ, ദാറ്റ് പോളിനോമിയൽ എഫ് ഓഫ് എക്സ് polynomial must have root alpha എന്ന റൂട്ട് വരണം. Then next property, that polynomial must be a monic polynomial. The last property, that polynomial must be a unique polynomial. Okay, അപ്പോൾ ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓവർ എഫ് എന്ന് പറഞ്ഞാൽ ഈ ആൽഫ റൂട്ടായിക്കൊണ്ട് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പോളിനോമിയൽ, ആൻഡ് ദാറ്റ് പോളിനോമിയൽ മസ്റ്റ് ബി ഇറെഡ്യൂസിബിൾ, ആൻഡ് ദാറ്റ് പോളിനോമിയൽ മസ്റ്റ് ഹാവ് റൂട്ട് ആൽഫ, ആൻഡ് ദാറ്റ് പോളിനോമിയൽ മസ്റ്റ് ബി മോണിക് പോളിനോമിയൽ, ആൻഡ് ദാറ്റ് പോളിനോമിയൽ മസ്റ്റ് ബി യുണീക്ക് പോളിനോമിയൽ. ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോളിനോമിയലായിരിക്കും ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓവർ എഫ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പം നമുക്ക് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് റൂട്ട് 2 ഓവർ ക്യൂ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 2 ആയിരുന്നു, അല്ലേ? ഇതായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത ഒരു എക്സാമ്പിൾ ആയിരുന്നു ഇത്, അല്ലേ? അപ്പം അവിടെ ഈ എക്സ് സ്ക്വയർ മൈനസ് 2 എന്ന പോളിനോമിയലിനെ ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് റൂട്ട് 2 ഓവർ ക്യൂ ആണെന്ന് പറയാൻ പറ്റുമോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അല്ലേ? അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദാറ്റ് പോളിനോമിയൽ മസ്റ്റ് ബിലോങ് ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. നമ്മുടെ എഫ് എന്ന് പറയുന്നത് ക്യൂ ആണ്, അതുകൊണ്ട് ഈ എക്സ് സ്ക്വയർ മൈനസ് 2 എന്ന് പറയുന്നത് ക്യൂ ഓഫ് എക്സിലുള്ള ഒരു പോളിനോമിയൽ ആയിരിക്കണം. അപ്പം ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ കോയിഫിഷ്യൻസ് ഒക്കെ എന്ന് പറയുന്നത് ബിലോങ്സ് ടു ക്യൂ ആണ്, അതുകൊണ്ട് തന്നെ ദിസ് പോളിനോമിയൽ എക്സ് സ്ക്വയർ മൈനസ് 2 ബിലോങ്സ് ടു ക്യൂ ഓഫ് എക്സ്. ഓക്കെ, ആൻഡ് വി നോ ദാറ്റ് എക്സ് സ്ക്വയർ മൈനസ് 2 ഈസ് എ ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ, അല്ലേ? അപ്പോൾ നമ്മൾ എന്നൊരു കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞായിരുന്നു. കാരണം മറ്റ് രണ്ട് പോളിനോമിയൽസ് എടുത്താലും മറ്റ് രണ്ട് പോളിനോമിയൽസിനെയും നമുക്ക് ഈ എക്സ് സ്ക്വയർ മൈനസ് 2വിൻ്റെ മൾട്ടിപ്പിളായിട്ട് റിപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ എക്സ് സ്ക്വയർ മൈനസ് 2വിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ദിസ് എക്സ് സ്ക്വയർ മൈനസ് 2 ഈസ് എൻ ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ. ആൻഡ് വി ഓൾസോ നോ ദാറ്റ് ദിസ് എ പോളിനോമിയൽ എക്സ് സ്ക്വയർ മൈനസ് 2 ഹാസ് റൂട്ട് 2. റൂട്ട് 2 എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 2വിൻ്റെ ഒരു റൂട്ടാണ്. ആൻഡ് നെക്സ്റ്റ് വി ഹാവ് ടു ചെക്ക് വെദർ ദിസ് പോളിനോമിയൽ ഈസ് മോണിക് ഓർ നോട്ട്. ഇത് മോണിക് ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ മോണിക് ആണെങ്കിൽ ഈ എക്സിൻ്റെ ഹയസ്റ്റ് പവറിൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ആയിരിക്കണം. ഇവിടെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്, ആൻഡ് എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് 1 ആണ്, അതുകൊണ്ട് തന്നെ ഇതെന്ന് പറയുന്നത് മോണിക് ആണ്, ആൻഡ് ദിസ് ഈസ് യൂണിക്. ദെർഫോർ വി ക്യാൻ സേ ദാറ്റ് ദ ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് റൂട്ട് 2 ഓവർ ക്യൂ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 2 ആണ്. ഓക്കെ, ഇത് ഒന്നാമത്തെ എക്സാമ്പിളാണ്. രണ്ടാമത്തെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ലെറ്റ് ആൽഫ ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് റൂട്ട് 3. ഓക്കെ, ആൻഡ് ദിസ് ബിലോങ്സ് ടു ആർ. സോ വി നീഡ് ടു ഫൈൻഡ് irreducible polynomial of alpha over q. Okay, അപ്പോൾ ആൽഫ ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് റൂട്ട് 3. അപ്പോൾ ദിസ് ഈസ് സെയിം ആൽഫ ഓൾജിബ്രിക് ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ലാസ്റ്റ് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അത് ഞാൻ ഈ ആൽഫ എന്ന് പറയുന്ന ഓൾജിബ്രിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ പറയുന്നില്ല. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ടതിന് ശേഷം ഈ എക്സാമ്പിൾ നോക്കുക. ഓക്കെ, അവിടെ നമുക്ക് കിട്ടിയായിരുന്നു ഇഫ് ഐ ചൂസ് ആൽഫ ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് റൂട്ട് 3 ദെൻ ദിസ് ആൽഫ ഈസ് എ 0 ഓഫ്
f of x equal to x raised to 4 minus 2x square minus 2 and this polynomial belongs to q of x. ഓക്കെ, അതായത് ആ സെക്ഷനിൽ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത സെക്ഷനിൽ നമ്മൾ ചെക്ക് ചെയ്തത് ഈ ആൽഫ എന്ന് പറയുന്ന ഓൾജിബ്രിക് ആണോ അല്ലയോ എന്നായിരുന്നു. അപ്പോൾ ഇത് ഓൾജിബ്രിക് ആവണമെങ്കിൽ ഇത് റൂട്ടായിക്കൊണ്ടുള്ള ഒരു പോളിനോമിയൽ ക്യൂ ഓഫ് എക്സിനകത്ത് എക്സിസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടിയായിരുന്നു ക്യൂ ഓഫ് എക്സിനകത്ത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു 4 മൈനസ് 2x സ്ക്വയർ മൈനസ് 2 എന്ന പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് സച്ച് ദാറ്റ് ദിസ് ആൽഫ ഈസ് എ റൂട്ട് ഓഫ് ദിസ് പോളിനോമിയൽ എഫ് ഓഫ് എക്സ്. ദെർഫോർ ദിസ് ആൽഫ ഈസ് ഓൾജിബ്രിക് ഓവർ ക്യൂ ഓഫ് എക്സ്. ഇതായിരുന്നു നമുക്ക് കഴിഞ്ഞ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെക്ഷനിൽ കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഈ പോളിനോമിയൽ തന്നെയാണോ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓവർ ക്യൂ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു റൂട്ടായിക്കൊണ്ടുള്ള ഏതെങ്കിലും ഒരു പോളിനോമിയൽ കിട്ടി എന്ന് വെച്ചിട്ട് ആ പോളിനോമിയൽ എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓവർ ക്യൂ ആവണമെന്നില്ല. അത് കുറച്ച് കണ്ടീഷൻസ്, ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രമേ അത് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓവർ ക്യൂ ആവുകയുള്ളൂ. ഓക്കെ, സോ നമുക്കാദ്യം ഈ പോളിനോമിയൽ എന്ന് പറയുന്നത് ക്യൂ ഓഫ് എക്സിനകത്തുള്ള പോളിനോമിയലാണ്. അതുപോലെ തന്നെ ഈ പോളിനോമിയലിൻ്റെ റൂട്ടാണ് നമ്മൾ സെലക്ട് ചെയ്ത ആൽഫ. ആൻഡ് ദിസ് പോളിനോമിയൽ ഓൾസോ മോണിക് പോളിനോമിയലാണ്. കാരണം ഇതിൻ്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് എക്സ് റൈസ് ടു 4 ആണ്. എക്സ് റൈസ് ടു 4ൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. അതുകൊണ്ട് തന്നെ ഇതെന്ന് പറയുന്നത് ഒരു മോണിക് പോളിനോമിയലാണ്. നൗ വി ഹാവ് ടു ചെക്ക് വെദർ ദിസ് പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഈസ് റെഡ്യൂസിബിൾ ഓർ നോട്ട്. ഇനി ഇത് ഇറഡ്യൂസിബിൾ ആണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് ഇറഡ്യൂസിബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. കാരണം ഏതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എടുത്താലും അത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലും ഏതൊരു ആർ ഓഫ് എക്സിനകത്തും ക്യൂ ഓഫ് എക്സിനകത്തും അത് ഇറഡ്യൂസിബിൾ ആയിരിക്കും. ഓക്കെ, പക്ഷേ രണ്ടോ അതിൽ കൂടുതലോ ഡിഗ്രിയുള്ള പോളിനോമിയൽസ് എടുക്കുമ്പോൾ നമുക്ക് അത് ഇറഡ്യൂസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി സം മെത്തേഡ് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ എഫ് ഓഫ് എക്സ് ഇറഡ്യൂസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഐൻസ്റ്റീൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഐൻസ്റ്റീൻ ക്രൈറ്റീരിയ. പക്ഷേ ആ ക്രൈറ്റീരിയ എന്താണെന്ന് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നില്ല. ബൈ ഐൻസ്റ്റീൻ ക്രൈറ്റീരിയ ദിസ് എഫ് ഓഫ് എക്സ് ഈസ് ഇറഡ്യൂസിബിൾ എന്ന് പറഞ്ഞ് പോവുകയാണ്. പക്ഷെ നമുക്ക് എന്താണ് ഐൻസ്റ്റീൻ ക്രൈറ്റീരിയ എന്ന് നോക്കാം. അതിനുശേഷം ഐൻസ്റ്റീൻ ക്രൈറ്റീരിയ ഉപയോഗിച്ച് ഇങ്ങനെ ഒരു പോളിനോമിയൽ എഫ് ഓഫ് എക്സ് എങ്ങനെയാണ് ഇറഡ്യൂസിബിൾ ആവുന്നതെന്നും നോക്കാം. ഓക്കെ, സോ ഐൻസ്റ്റീൻ ക്രൈറ്റീരിയ. അപ്പോൾ ഐൻസ്റ്റീൻ ക്രൈറ്റീരിയ പറയുന്നത് ഇതാണ്. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0 plus a1x plus a2x square etc plus anx raised to a where a not equal to 0 and this polynomial belongs to z of x if there is a prime number p such that p divides ai for I ranges from where I ranges from 0 to n minus 1. The second condition p does not divide an. Third condition p square does not divide a naught. Then Einstein criteria says that this polynomial f of x is irreducible over q. Okay, അതായത് ഒന്നുകൂടി നോക്കാം. ദിസ് ഈസ് അവർ എഫ് ഓഫ് എക്സ്. ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. അപ്പോൾ ഒരു പ്രൈം നമ്പർ പി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് വിചാരിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു പ്രൈം നമ്പർ പീനെ എടുക്കുകയാണ്. ആൻഡ് ദാറ്റ് പി ഡിവൈഡ്സ് എ ഐ, അതായത് പി എന്ന് പറയുന്നത് എ നോട്ട് a1 a2 എക്സെട്ര അപ് ടു an-1 വരെ ഡിവൈഡ് ചെയ്യണം. രണ്ടാമത്തെ പി ഡസ് നോട്ട് ഡിവൈഡ് എൻ, പക്ഷെ പി ഇതിനെ ഡിവൈഡ് ചെയ്യരുത്. ആൻഡ് തേർഡ് വൺ പി സ്ക്വയർ. If you take the square of that prime number, then that p square does not divide a naught. ഈ മൂന്ന് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ we can say that f of x is irreducible over q. Okay, so ഇവിടെ നമ്മുടെ പോളിനോമിയൽ എന്ന് പറയുന്നത് എക്സ് റൈസ് ടു 4 മൈനസ് 2x സ്ക്വയർ മൈനസ് 2 ആണ് അല്ലേ. അപ്പോൾ ഐൻസ്റ്റൈൻ ക്രൈറ്റീരിയ ഉപയോഗിച്ച് ഇത് ഇറഡ്യൂസിബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. സോ നമുക്ക് എന്ത് ചെയ്യണം, ഒരു പ്രൈം നമ്പർ പിയിൽ ചൂസ് ചെയ്യണം. സോ ഐ ചൂസ് ലെറ്റ് പി ഈക്വൽ ടു 2 എന്നൊരു പ്രൈം നമ്പറിനെ ചൂസ് ചെയ്യണം. അങ്ങനെയാണ് ഐൻസ്റ്റീൻ ക്രൈറ്റീരിയേൻ്റെ എല്ലാ കണ്ടീഷൻസും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കും. ഞാൻ പി ഈക്വൽ ടു 2 എന്ന പ്രൈം നമ്പറിനെ ചൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബൈ ഐൻസ്റ്റീൻ ക്രൈറ്റീരിയ ഉപയോഗിച്ച് അത് an ഒഴികെ ബാക്കി എല്ലാ കോയിഫിഷ്യൻസിനെയും ഡിവൈഡ് ചെയ്യണം. an എന്ന് പറയുന്നത് 1 ആണ്, ബാക്കിയുള്ള കോയിഫിഷ്യൻസ് എന്ന് പറയുന്നത് -2 ആണ്. ആൻഡ് 2 ഡിവൈഡ്സ് -2. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് പി ഡസ് നോട്ട് ഡിവൈഡ് an. പി an-നെ ഡിവൈഡ് ചെയ്യരുത്. an എന്ന് പറയുന്നത് 1 ആണ് ആൻഡ് 2 ഡസ് നോട്ട് ഡിവൈഡ് 1 അല്ലേ. ആൻഡ് മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് പി സ്ക്വയർ ഡസ് നോട്ട് ഡിവൈഡ് a നോട്ട്. a നോട്ട് എന്ന് പറയുന്നത് -2 ആണ്, പി സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. 4 -2നെ ഡിവൈഡ് ചെയ്യുന്നില്ല.
സോ ഓൾ കണ്ടീഷൻസ് ഓഫ് ഐൻസ്റ്റൈൻ ക്രൈറ്റീരിയ ഈസ് സാറ്റിസ്ഫൈഡ്. ഐൻസ്റ്റൈൻ ക്രൈറ്റീരിയയുടെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആയി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് എഫ് ഓഫ് എക്സ് ഈസ് ഇറെഡ്യൂസിബിൾ ഓവർ ക്യൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ ഈ എഫ് ഓഫ് എക്സ് എന്തൊക്കെയാണ്? മോണിക് പോളിനോമിയലാണ്. ആൻഡ് ഈ എഫ് ഓഫ് എക്സിൻ്റെ റൂട്ടാണ് ആൽഫ. ആൻഡ് ദിസ് ഈസ് ഓൾസോ ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ. Therefore, irreducible polynomial of alpha over q equal to this x raised to 4 minus 2x square minus 2. Okay, and then what is the degree of alpha over q? Equal to the degree of this polynomial, that is equal to 4. ഓക്കെ, ഇനി നമുക്ക് എക്സൈസ് പോർഷനിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ്സ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓവർ ക്യൂ ആൻഡ് ഡിഗ്രി ഓഫ് ആൽഫ ഓവർ ക്യൂ ഫോർ ദ ഗിവൺ ഓൾജിബ്രിക് നമ്പർ ആൽഫ ബിലോങ്സ് ടു സി, or ആൽഫ ഈക്വൽ ടു റൂട്ട് ഓഫ് 3 മൈനസ് റൂട്ട് 6. ഓക്കെ, അപ്പോൾ given that this alpha is an algebraic number, ഈ ആൽഫ എന്ന് പറയുന്നത് ഒരു algebraic number ആണ് തന്നിട്ടുണ്ട്. That means this alpha is a algebraic number means there exists a polynomial, a non-constant polynomial f of x in q of x such that f of alpha equal to 0. അതായത് ഈ ആൽഫ ഒരു റൂട്ട് ആയിക്കൊണ്ടുള്ള ഒരു നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ q of xനകത്ത് എക്സിസ്റ്റ് ചെയ്യും. സിൻസ് ദിസ് ആൽഫ ഈസ് എ ഓൾജിബ്രിക് നമ്പർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് we need to find the irreducible polynomial of alpha over q and degree of alpha over q. ഓക്കെ, അപ്പോൾ ഈ ആൽഫ റൂട്ടായിക്കൊണ്ട് ഒരു പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അതൊരിക്കലും ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓവർ ക്യൂ ആവണമെന്നില്ല, അല്ലേ? ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓവർ ക്യൂ ആവണമെങ്കിൽ അത് കുറച്ച് കണ്ടീഷൻസ് കൂടി സാറ്റിസ്ഫൈ ചെയ്യണം, അല്ലേ? ആ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞു. അത് ഇറെഡ്യൂസിബിൾ ആയിരിക്കണം, മോണിക് ആയിരിക്കണം, യുണീക്ക് ആയിരിക്കണം, കൂടാതെ എക്സിസ്റ്റ് ചെയ്യുന്ന പോളിനോമിയൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ക്യൂ ഓഫ് എക്സിൽ ഉണ്ടാവണം, ആൻഡ് ദാറ്റ് ഓൾസോ ഹാവ് ദിസ് ആൽഫ ആസ് എ റൂട്ട്, അല്ല? ഇത്രയും പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യുകയാണെങ്കിലാണ് ആ പോളിനോമിയലിനെ നമ്മൾ ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓവർ ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ്, അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓവർ ക്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി അത് നമ്മൾ ചെയ്യുന്നത് ഈ ആൽഫ റൂട്ടായിക്കൊണ്ടുള്ള ഒരു പോളിനോമിയലിനെ നമ്മൾ ഫോം ചെയ്യുന്നു. അതിനുശേഷം ആ പോളിനോമിയൽ ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓവർ ക്യൂ ആവാനുള്ള എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യും. സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കും, ആ പോളിനോമിയലായിരിക്കും ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓവർ ക്യൂ എന്ന് പറയുന്നത്. സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വേറൊരു പോളിനോമിയൽ കണ്ടുപിടിക്കും, ആൻഡ് ആ പോളിനോമിയൽ കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കും. ഓക്കെ, സോ നൗ we find a polynomial f of x such that f of alpha equal to 0. ഈ ആൽഫ റൂട്ടായി വരുന്ന ഒരു പോളിനോമിയലിനെ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, സോ വി ഹാവ് ആൽഫ ഈക്വൽ ടു റൂട്ട് ഓഫ് 3 മൈനസ് റൂട്ട് 6 വിച്ച് ഇംപ്ലൈസ് ആൽഫ സ്ക്വയർ ഈക്വൽ ടു 3 മൈനസ് റൂട്ട് 6 വിച്ച് ഇംപ്ലൈസ് what is alpha square minus 3? Alpha square minus 3 equal to minus of root 6. Okay, now I take square on both sides, then I get this implies alpha square minus 3 whole square equal to 6, which implies if I expand this time I get this is equal to alpha raised to 4 minus 6 alpha square plus 9 equal to 6, which implies alpha raised to 4 minus 6 alpha square plus 3 equal to 0. That means this alpha is a 0 of f of x equal to x raised to 4 minus 6x square plus 3. And since all the coefficients of this polynomial belongs to q of x, this polynomial f of x belongs to q of x. Since all the coefficients of this polynomial belongs to the set of all rational numbers, we have this polynomial f of x belongs to q of x. Okay, so
നമുക്ക് ഈ ആൽഫ റൂട്ടായിക്കൊണ്ടുള്ള ഒരു പോളിനോമിയൽ എഫ് ഓഫ് എക്സിന് കിട്ടി. ഇനി പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓവർ ക്യൂ ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഈ പോളിനോമിയൽ ക്യൂ ഓഫ് എക്സിനകത്ത് ഉള്ളതാണെന്ന് നമുക്ക് കിട്ടി. ഇനി ഞാൻ ചെക്ക് ചെയ്യുന്നത് ഈ പോളിനോമിയൽ എന്ന് പറയുന്നത് ഒരു മോണിക് പോളിനോമിയലാണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പം ഈ പോളിനോമിയലിലുള്ള ഹയസ്റ്റ് എക്സ് എന്ന വേരിയബിളിൻ്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് എക്സ് റേസ് ടു 4 ആണ്. ആൻഡ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് ദാറ്റ് എക്സ് റേസ് ടു 4 ഈക്വൽ ടു 1. ഈ ഹയസ്റ്റ് കോയിഫിഷ്യൻ്റെ ഹയസ്റ്റ് പവർ എക്സിൻ്റെ ഹയസ്റ്റ് പവറിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 1 ആണ്. ദെർഫോർ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു മോണിക് പോളിനോമിയലാണ്. ഓക്കെ, നൗ വി നീഡ് ടു check whether this f of x is irreducible or not. ഇനി ഈ f of x irreducible ആണോ അല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. If this f of x is irreducible, then the irreducible polynomial of alpha over q equal to this f of x അല്ലേ. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് നമുക്ക് കിട്ടിയ ഈ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഇറഡ്യൂസിബിൾ പോളിനോമിയലാണോ അതോ റെഡ്യൂസിബിൾ പോളിനോമിയലാണോ എന്ന് നോക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ പോളിനോമിയൽ ഇറഡ്യൂസിബിൾ പോളിനോമിയലാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വി യൂസ് ദ ഐൻസ്റ്റീൻ ക്രൈറ്റീരിയ. അപ്പോൾ ഐൻസ്റ്റീൻ ക്രൈറ്റീരിയ ഉപയോഗിച്ചുകൊണ്ട് ഈ എഫ് ഓഫ് എക്സ് ഇറഡ്യൂസിബിൾ ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഐൻസ്റ്റീൻ ക്രൈറ്റീരിയയിൽ നമ്മളൊരു പ്രൈം നമ്പർ പീന് ചൂസ് ചെയ്യണം അല്ലേ. സോ ഐ ചൂസ് ലൈക്ക് പി ഈക്വൽ ടു 3. ഓക്കെ, പി ഈക്വൽ ടു 3 ആണെങ്കിൽ ഐൻസ്റ്റീൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്ത പ്രൈം നമ്പർ പി എന്ന് പറയുന്നത് a0, a1 എക്സെട്ര അപ് ടു an-1നെ ഡിവൈഡ് ചെയ്യണം അല്ലേ. അതായത് ഇവിടെ a0 എന്ന് പറയുന്നത് 3 ആണ് ആൻഡ് a1 എന്ന് പറയുന്നത് -6 ആണ് അല്ലേ. സോ അവർ പ്രൈം നമ്പർ p ഈക്വൽ ടു 3 ഡിവൈഡ്സ് ദിസ് 3 ആൻഡ് 3 ഡിവൈഡ്സ് -6. ഓക്കെ, അതായത് ഫസ്റ്റ് ഐൻസ്റ്റീൻ ക്രൈറ്റീരിയൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദെൻ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്ത പ്രൈം നമ്പർ p ഡസ് ഇറ്റ് ഡിവൈഡ് a അല്ലേ. അതായത് ഹയസ്റ്റ് പവർ ഓഫ് എക്സ് ഏതാണോ, ഹയസ്റ്റ് പവർ ഓഫ് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഏതാണോ അതിനെയാണ് നമ്മൾ a എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഐൻസ്റ്റീൻ ക്രൈറ്റീരിയൻ്റെ സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത് നമ്മൾ ചൂസ് ചെയ്ത പ്രൈം നമ്പർ p എന്ന് പറയുന്നത് ആ a-നെ ഡിവൈഡ് ചെയ്യാൻ പാടില്ല. നമ്മളിവിടെ ചൂസ് ചെയ്ത p എന്ന് പറയുന്നത് 3 ആണ്. ആൻഡ് ഇവിടെ an ആയിട്ട് നമുക്ക് കിട്ടുന്നത് ആയി കിട്ടുന്നത് എക്സ് റേസ് ടു 4ൻ്റെ കോയിഫിഷ്യൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. an എന്ന് പറയുന്നത് 1 ആണ്. ആൻഡ് 3 ഡസ് നോട്ട് ഡിവൈഡ് 1. അപ്പോൾ ഐൻസ്റ്റീൻ ക്രൈറ്റീരിയൻ്റെ സെക്കൻഡ് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമുക്ക് തേർഡ് കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഇപ്പോൾ തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചൂസ് ചെയ്ത പ്രൈം നമ്പർ പീൻ്റെ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് പി സ്ക്വയർ എടുക്കുകയാണെങ്കിൽ ആ പി സ്ക്വയർ ഒരിക്കലും a0നെ ഡിവൈഡ് ചെയ്യരുത്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് അവർ a0 എന്ന് പറയുന്നത് ഈ കോൺസ്റ്റൻറ്റ് ടൈം 3 ആണ്. ഓക്കെ, ആൻഡ് ഇഫ് p ഈക്വൽ ടു 3 ദെൻ വാട്ട് ഈസ് p സ്ക്വയർ ഈക്വൽ ടു 9. സോ 9 ഡസ് ഇൻ ഡിവൈഡ് 3. അതായത് ഐൻസ്റ്റീൻ ക്രൈറ്റീരിയൻ്റെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയലാണെന്ന് പറയാൻ പറ്റും. വിച്ച് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ഈസ് ഇറഡ്യൂസിബിൾ. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ എന്തൊക്കെ കിട്ടി? ഈ എഫ് ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പോളിനോമിയലാണ്. കൂടാതെ എഫ് ഓഫ് എക്സിൻ്റെ ഒരു റൂട്ടാണ് ആൽഫ എന്നത്. കൂടാതെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു മോണിക് പോളിനോമിയലാണ്. ആൻഡ് എഫ് ഓഫ് എക്സ് ഇസ് ആൻ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ കിട്ടി. വിച്ച് ഇംപ്ലൈസ് irreducible polynomial of alpha over q equal to this polynomial x raised to 4 minus 6x square plus 3. Okay, and also we have to find the degree of alpha over q alle. Degree of alpha over q, degree of alpha over q എന്ന് പറയുന്നത് irreducible polynomial of alpha over q ൻ്റെ ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 4 ആണ്. therefore degree of alpha over q equal to 4. Okay, now next question. Classify the given alpha belongs to C as algebraic or transcendental over the given field. If alpha is algebraic,
algebraic over f, then find degree of alpha over f. Okay. ഇതാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. Classify the given alpha belongs to C as algebraic or transcendental over the given field. If alpha is algebraic over f, then find degree of alpha over f. ഓക്കെ, അതായത് നമുക്ക് കുറച്ച് ആൽഫകൾ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ആൽഫ ഒരു ഓൾജിബ്രിക് എലമെൻ്റ് ആണോ അതോ ട്രാൻസ്ജെൻഡൽ എലമെൻ്റ് ആണോ എന്ന് നോക്കുക. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് എ ഓൾജിബ്രിക് എലമെൻറ്റ് ഓവർ ദ ഗിവൺ ഫീൽഡ് എഫ്, തന്നിരിക്കുന്ന ആ ഫീൽഡിനകത്ത് ആൽഫ ഓൾജിബ്രിക് എലമെൻ്റ് ആണെങ്കിൽ ദെൻ വി ഹാവ് ടു ഫൈൻഡ് ദ ഡിഗ്രി ഓഫ് ആൽഫ ഓവർ എഫ്. അപ്പോൾ ഡിഗ്രി ഓഫ് ആൽഫ ഓവർ എഫ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത്, വി ഹാവ് ടു ഫൈൻഡ് ദ ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓവർ എഫ്. അല്ലേ, ഈ പോളിനോമിയലിൻ്റെ ഡിഗ്രിയെയാണ് ഡിഗ്രി ഓഫ് ആൽഫ ഓവർ എഫ് എന്ന് പറയുന്നത്. സോ ടു ഫൈൻഡ് ഡിഗ്രി ഓഫ് ആൽഫ ഓവർ എഫ് വി നീഡ് ടു ഫൈൻഡ് ദ ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓവർ എഫ്. ഓക്കെ, ദ ഫസ്റ്റ് ആൽഫ given alpha equal to I and the given field f equal to the set of all rational numbers q. അപ്പോൾ ഈ ആൽഫ എന്ന് പറയുന്നത് ഓവർ ക്യൂവിനകത്ത് ഒരു ഓൾജിബ്രിക് എലമെൻ്റ് ആണോ അതൊരു ട്രാൻസ്ജെൻഡൽ എലമെൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അത് ഓൾജിബ്രിക് എലമെൻ്റ് ആണെങ്കിൽ ഈ ആൽഫ എന്ന് പറയുന്നത് ഒരു റൂട്ടായിക്കൊണ്ടുള്ള ഒരു പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്യണം ഇൻ ക്യൂ ഓഫ് എക്സിനകത്ത്. അങ്ങനെയാണെങ്കിൽ ഈ എലമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഓൾജിബ്രിക് എലമെൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നീട് ഈ ഡിഗ്രി ഓഫ് ആൽഫ ഓവർ എഫ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓവർ ക്യൂ കണ്ടുപിടിക്കണം. അല്ലേ, അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പോലെ ഇറെഡ്യൂസിബിൾ ആൽഫ ഓവർ ക്യൂ കണ്ടുപിടിക്കുക. അതിന് ശേഷം അതിൻ്റെ ഡിഗ്രി എന്തായിരുന്നോ അതായിരിക്കും ഡിഗ്രി ഓഫ് ആൽഫ ഓവർ എഫ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ആൽഫ റൂട്ടായിക്കൊണ്ടുള്ള ഒരു പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാം. ഗിവൺ ദാറ്റ് ആൽഫ ഈക്വൽ ടു ഐ വിച്ച് ഇംപ്ലൈസ് ആൽഫ സ്ക്വയർ ഈക്വൽ ടു -1, that is alpha square plus 1 equal to 0. That is alpha is a 0 of f of x equal to x square plus 1. അല്ലേ, അപ്പോൾ നമുക്ക് കിട്ടി എക്സ് സ്ക്വയർ പ്ലസ് 1 എന്നൊരു പോളിനോമിയലിൻ്റെ ഒരു റൂട്ടാണ് ആൽഫ ഈക്വൽ ടു ഐ. ആൻഡ് നൗ ലുക്ക് അറ്റ് ദ കോയിഫിഷ്യൻസ് ഓഫ് ദിസ് പോളിനോമിയൽ എഫ് ഓഫ് എക്സ്. ഇതിൻ്റെ കോയിഫിഷ്യൻസ് എന്ന് പറയുന്നത് 1ഉം 1ഉം ആണ്. ആൻഡ് ആ 1 എന്ന് പറയുന്ന ഇതിലെ എഫ് ഓഫ് എക്സിൻ്റെ കോയിഫിഷ്യൻസ് എല്ലാം തന്നെ ബിലോങ്സ് ടു ക്യൂ ആണ്. ദെർഫോർ ദിസ് ഈസ് എ പോളിനോമിയൽ ഇൻ ക്യൂ ഓഫ് എക്സ്. ഇതെന്ന് പറയുന്നത് ക്യൂ ഓഫ് എക്സിലുള്ള ഒരു പോളിനോമിയലാണ്. ഓക്കെ, അപ്പം സിൻസ് ദർ എക്സിസ്റ്റ് എ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 ഹാവിങ് ദിസ് ആൽഫ ഈക്വൽ ടു ഐ ആസ് എ റൂട്ട്, വി ക്യാൻ സേ ദാറ്റ് ദിസ് ആൽഫ ഈസ് algebraic over q of x. algebraic over q അല്ലേ, അതായത് ഈ ആൽഫ റൂട്ടായിക്കൊണ്ടുള്ള ഒരു നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ ക്യൂ ഓഫ് എക്സിനകത്ത് എക്സിസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ദിസ് ആൽഫ ഈസ് algebraic over q. ഓക്കെ, നൗ വി നീഡ് ടു ഫൈൻഡ് ദി ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓവർ എഫ്. ഓക്കെ, അപ്പോൾ നോക്കുക, ഇത് ബിലോങ്സ് ടു ഈ പോളിനോമിയൽ എന്ന് പറയുന്നത് ബിലോങ്സ് ടു ക്യൂ ഓഫ് എക്സ് ആണ്. കൂടാതെ എക്സ് സ്ക്വയർ ദ ഹൈസ്റ്റ് പവർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. അതിൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ആണ്. അതുകൊണ്ട് തന്നെ ഇത് മോണിക്കാണ്. ഇത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ പോളിനോമിയൽ എന്ന് പറയുന്നത് ഇറെഡ്യൂസിബിൾ ആണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അല്ലേ, സോ വി ഹാവ് എ റിസൾട്ട്. ലെറ്റ് എഫ് ബി എ ഫീൽഡ് ആൻഡ് എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ഓക്കെ, എഫ് എന്നൊരു ഫീൽഡാണ്. ആൻഡ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൽ നിന്ന് ഞാനൊരു എഫ് ഓഫ് എക്സിനെ ചൂസ് ചെയ്യുന്നു. സച്ച് ദാറ്റ് ഡിഗ്രി ഓഫ് ദാറ്റ് പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 or 3. ഒരു സെക്കൻഡ് ഡിഗ്രിയോ ഒരു തേർഡ് ഡിഗ്രിയോ, ഒന്ന് സെക്കൻഡ് ഡിഗ്രി അല്ലെങ്കിൽ ഒരു തേർഡ് ഡിഗ്രി ഉള്ള ഒരു പോളിനോമിയലിനെ ഞാൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൽ നിന്ന് ചൂസ് ചെയ്യുന്നു. വെർ ദാറ്റ് ക്യാപിറ്റൽ എഫ് ഈസ് എ ഫീൽഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദെൻ ദാറ്റ് പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഈസ് ഇറെഡ്യൂസിബിൾ ഓവർ എഫ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഹാസ് നോ സീറോസ് ഓഫ് എഫ്. ആ എഫിനകത്ത് ആ പോളിനോമിയൽസിന് സീറോസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഈസ് ഇറെഡ്യൂസിബിൾ ഓവർ എഫ്. ഓക്കെ, ഇതൊരു റിസൾട്ട് ഉള്ളതാണ്. അത് ടെക്സ്റ്റിനകത്ത് പറയുന്നില്ല, എന്നാലും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നോട്ട് ഞാൻ വായിക്കാം. ലെറ്റ് എഫ് ബി എ ഫീൽഡ് ആൻഡ് എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 or 3. ഡിഗ്രി ഒന്നെങ്കിൽ 2 വേണം അല്ലെങ്കിൽ 3 വേണം. ആൻഡ് എഫ് മസ്റ്റ് ബി എ ഫീൽഡ്. ആൻഡ് ഐ ചൂസ് എ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ദെൻ this polynomial f of x is irreducible over f if and only if it has no zeros over f. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് ഈ നമ്മളെടുത്ത ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറെഡ്യൂസിബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇറെഡ്യൂസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവർ എഫ്, അതായത് ഓവർ ക്യൂവിൽ
ഈ എഫ് ഓഫ് എക്സിന് റൂട്ട്സ് എന്തെങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. സപ്പോസ് ദിസ് എഫ് ഓഫ് എക്സ്, ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വണ്ണിന് ക്യൂവിൽ റൂട്ട്സ് ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ബൈ ദിസ് റിസൾട്ട് വി ക്യാൻ സേ ദാറ്റ് ദിസ് എഫ് ഓഫ് എക്സ് ഈസ് എ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓവർ ക്യൂ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ നോക്കാം, ദിസ് ഈസ് അവർ പോളിനോമിയൽ അല്ലേ, എക്സ് സ്ക്വയർ പ്ലസ് വൺ. ദിസ് ഈസ് അവർ പോളിനോമിയൽ ആൻഡ് വി ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് ദിസ് പോളിനോമിയൽ. So x square plus 1 equal to 0, which implies x square equal to minus 1, which implies x equal to plus or minus I. അല്ലേ, അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൺ എന്ന ഈ പോളിനോമിയലിൻ്റെ റൂട്ട്സായി നമുക്ക് കിട്ടുന്നത് ഐയും അതുപോലെ തന്നെ മൈനസ് ഐയും ആണ്. ഐയും മൈനസ് ഐ എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പേഴ്സാണ്. ആൻഡ് ദീസ് കോംപ്ലക്സ് നമ്പേഴ്സ്, ദിസ് ഐ ആൻഡ് മൈനസ് ഐ ഡു നോട്ട് ബിലോങ്സ് ടു ദ സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്. ഈ ഐയും അതുപോലത്തെ മൈനസ് ഐയും ഡു നോട്ട് ബിലോങ്സ് ടു ദ സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് ക്യൂ. അതായത് ക്യൂവിൽ, നമ്മൾ ഫീൽഡ് ക്യൂവിൽ ഈ എഫ് ഓഫ് എക്സിന് റൂട്ട്സ് ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദെൻ ബൈ ദിസ് റിസൾട്ട് വി ക്യാൻ സേ ദാറ്റ് ദിസ് പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൺ ഈസ് ഇറഡ്യൂസിബിൾ. ഓക്കെ, ദെർഫോർ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓവർ ക്യൂ, that is irreducible polynomial of what is our alpha? Alpha equal to I over q equal to x square plus 1. Then what is the degree of I over q? Degree of I over q equal to the degree of this polynomial, that is equal to 2. Okay. Next, second question. Alpha equal to root pi and f equal to r. Okay, അപ്പോൾ ആൽഫ എന്ന റൂട്ട് പൈ ആണ് ആൻഡ് ദ ഗിവൺ ഫീൽഡ് എഫ് ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഈ ആൽഫ എന്ന് പറയുന്നത് ട്രാൻസ്ഡെൻറ്റൽ എലമെൻ്റ് ആണോ അതോ ഒരു ഓൾജിബ്രൈക്ക് എലമെൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓൾജിബ്രൈക്ക് എലമെൻ്റ് ആണെങ്കിൽ നമ്മൾ ഡിഗ്രി ഓഫ് ആൽഫ ഓവർ എഫ് കണ്ടുപിടിക്കണം. ഓക്കെ, സോ വി ഹാവ് ആൽഫ ഈക്വൽ ടു റൂട്ട് പൈ ആൻഡ് ഫ്രം ദിസ് വി ഗെറ്റ് alpha minus root pi equal to 0. That means this alpha is a root of x minus root pi. And this x minus root pi belongs to capital R of x. അല്ലേ, കാരണം ഈ പോളിനോമിയലിൻ്റെ കോയിഫിഷ്യൻസ് ഒക്കെ എന്ന് പറയുന്നത് ബിലോങ്സ് ടു ആർ ആണ്. ദെർഫോർ ദിസ് പോളിനോമിയൽ എക്സ് മൈനസ് റൂട്ട് പൈ ബിലോങ്സ് ടു R of x. Okay. Now, since there exists a polynomial x minus root pi in R of x such that this alpha is a root of this polynomial, we can say that this alpha is algebraic over R. കാരണം ഈ ആൽഫ എന്ന് പറയുന്ന റൂട്ട് ആയിക്കൊണ്ടുള്ള ഒരു പോളിനോമിയൽ ക്യൂ ആർ ഓഫ് എക്സിനകത്ത് എക്സിസ്റ്റ് ചെയ്തു. Therefore, alpha is algebraic over R. Now, we have to find the irreducible polynomial of alpha over q, alpha over r. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണോ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എന്നാണ് നമ്മൾ ഇനി ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ഈ പോളിനോമിയൽ എന്ന് പറയുന്നത് ബിലോങ്സ് ടു ആർ ഓഫ് എക്സ് ആണ്. കൂടാതെ ഇതിൻ്റെ എക്സിൻ്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് എക്സ് റൈസ് ടു 1 ആണ്. അതിൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ആണ്. ദെർഫോർ ദിസ് ഇസ് എ മോണിക് പോളിനോമിയലാണ്. നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ പോളിനോമിയൽ എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ പോളിനോമിയലാണോ അതോ ഒരു റെഡ്യൂസിബിൾ പോളിനോമിയലാണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് എ പോളിനോമിയൽ ഓഫ് ഫസ്റ്റ് ഡിഗ്രി അല്ലേ, ഡിഗ്രി 1 ആയ ഒരു പോളിനോമിയലാണ് ഇത്. ആൻഡ് നമുക്കറിയാം ഡിഗ്രി 1 ആയ ഏതൊരു പോളിനോമിയലും ആർ ഓഫ് എക്സിനകത്തും ക്യൂ ഓഫ് എക്സിനകത്തും ഇറഡ്യൂസിബിൾ ആയിരിക്കും. സോ സിൻസ് ദിസ് എഫ് ഓഫ് എക്സ് ഈസ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 1, വി ഹാവ് ദിസ് പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് റൂട്ട് പൈ ഈസ് ഇറഡ്യൂസിബിൾ over R of x. Then irreducible root pi over R equal to the polynomial f of x equal to x minus root pi. Then what is the degree of root pi over R? Degree of root pi over R equal to the degree of this polynomial. The degree of this polynomial equal to 1. Okay. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
alpha equal to root pi and f equal to q of pi. What is q of pi? What is q? Q denotes set of all rational numbers. Q പറഞ്ഞ set of all rational numbers ആണ്. അപ്പോൾ q of pi എന്ന് പറഞ്ഞാൽ set of all rational numbersനോട് നമ്മൾ pi എന്നൊരു എലമെൻറ്റും കൂടി ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ q of piയിലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് set of all rational numbers ഉണ്ടാവും, കൂടാതെ പൈയും ഉണ്ടാവും. ഓക്കെ, ദിസ് ഇസ് q of pi. And here our alpha equal to root pi and our field f equal to q of pi. ഇങ്ങനെയാണെങ്കിൽ ഓവർ ദിസ് q of pi ഈ ആൽഫ എന്ന് പറയുന്ന ഓൾജിബ്രിക് എലമെൻ്റ് ആണോ അത് ട്രാൻസ്ഡെൻഡൽ എലമെൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം വേണ്ടത്. ഓക്കെ, ആൻഡ് വി ഹാവ് ആൽഫ മൈനസ് റൂട്ട് പൈ ആൽഫ വി ഹാവ് ദിസ് ആൽഫ ഈക്വൽ ടു റൂട്ട് പൈ ഈസ് എ 0 ഓഫ് എക്സ് മൈനസ് റൂട്ട് പൈ അല്ലേ. എക്സ് മൈനസ് റൂട്ട് പൈ എന്നൊരു പോളിനോമിയൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ പോളിനോമിയലിൻ്റെ ഒരു റൂട്ടാണ് ആൽഫ ഈക്വൽ ടു റൂട്ട് പൈ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ റൂട്ടായിക്കൊണ്ടുള്ള ഒരു പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്തു. അങ്ങനെ എക്സിസ്റ്റ് ചെയ്തു എന്ന് കരുതിക്കൊണ്ട് നമുക്ക് ഈ ആൽഫ എന്ന് പറയുന്നത് ഒരു ഓൾജിബ്രിക് ഓവർ ദിസ് ക്യൂ ഓഫ് പൈ ആണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു എലമെൻറ്റ് ഉണ്ടെങ്കിൽ ആ എലമെൻറ്റ് റൂട്ടായിക്കൊണ്ട് ഒരു നോൺ കോൺസ്റ്റൻ്റ് പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്തു എന്ന് കരുതിയിട്ട് ഒരിക്കലും നമുക്ക് ആ എലമെൻറ്റ് എന്ന് പറയുന്നത് ഓൾജിബ്രിക് ഓവർ ദാറ്റ് കറസ്പോണ്ടിങ് ഫീൽഡ് എഫ് എന്ന് പറയാൻ പറ്റില്ല. എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്ന ആ പോളിനോമിയൽ എന്ന് പറയുന്നത് മസ്റ്റ് ബിലോങ്സ് ടു അവർ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പോളിനോമിയലാണ് അതെങ്കിൽ മാത്രമേ നമുക്ക് ദാറ്റ് ആൽഫ ഈസ് ഓൾജിബ്രിക് ഓവർ എഫ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഹിയർ വി ഗെറ്റ് ദിസ് ആൽഫ ഈക്വൽ ടു റൂട്ട് പൈ ഈസ് എ 0 ഓഫ് എക്സ് മൈനസ് റൂട്ട് പൈ. അപ്പം ആൽഫ റൂട്ടായി വരുന്ന ഒരു പോളിനോമിയൽ എക്സ് മൈനസ് റൂട്ട് പൈ ഒരു എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കിട്ടി. പക്ഷേ ഈ പോളിനോമിയൽ എന്ന് പറയുന്നത് നമ്മുടെ ഫീൽഡ് എഫ് ഈക്വൽ ടു ക്യൂ ഓഫ് പൈയിൽ, അതായത് ക്യൂ ഓഫ് പൈ ഓഫ് എക്സിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ക്യൂ ഓഫ് പൈ ഓഫ് എക്സിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പം അങ്ങനെ ക്യൂ ഓഫ് പൈ ഓഫ് എക്സിനകത്ത് ഉണ്ടെങ്കിൽ ഈ പോളിനോമിയൽസിൻ്റെ കോയിഫിഷ്യൻസ് ഒക്കെ എന്ന് പറയുന്നത് ക്യൂ ഓഫ് പൈയിലുണ്ടായിരിക്കണം. അങ്ങനെ കോയിഫിഷ്യൻസ് ഒക്കെ ക്യൂ ഓഫ് ഉണ്ടെങ്കിലാണ് ആ പോളിനോമിയൽ എന്ന് പറയുന്നത് ക്യൂ ഓഫ് പൈ ഓഫ് എക്സിലുണ്ടെന്ന് നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ഈ പോളിനോമിയലിൻ്റെ കോയിഫിഷ്യൻസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ 1 വന്നു ആൻഡ് ഹിയർ റൂട്ട് പൈ അല്ലേ. റൂട്ട് പൈ എന്ന് പറയുന്നത് ഒരു ഇറാഷണൽ നമ്പറാണ്. ആ ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത് ഒരിക്കലും ക്യൂ ഓഫ് പൈനകത്ത് ഉണ്ടാവില്ല. ക്യൂ ഓഫ് പൈനകത്തുള്ളത് എല്ലാ റാഷണൽ നമ്പേഴ്സും കൂടാതെ ഒരു പൈയും കൂടിയാണ്. അതിനകത്ത് ഒരിക്കലും ഒരു ഇറാഷണൽ നമ്പർ റൂട്ട് പൈ എക്സിസ്റ്റ് ചെയ്യില്ല. ദാറ്റ് ഈസ് ദിസ് എക്സ് മൈനസ് റൂട്ട് പൈ ഡസ് നോട്ട് ബിലോങ്സ് ടു ക്യൂ ഓഫ് പൈ ഓഫ് എക്സ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ദിസ് ആൽഫ ഈസ് ഓൾജിബ്രിക് ഓവർ ദിസ് ക്യൂ ഓഫ് പൈ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, നൗ ലുക്ക് ആൽഫ ഈക്വൽ ടു റൂട്ട് പൈ which implies alpha square equal to pi, which implies alpha square minus pi equal to 0. That is alpha equal to root pi is a 0 of x square minus pi. Now is this polynomial belongs to q of pi of x? ഈ പോളിനോമിയൽ ക്യൂ ഓഫ് പൈ ഓഫ് എക്സിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടി ഈ പോളിനോമിയൽസിൻ്റെ കോയിഫിഷ്യൻസ് ഒക്കെ ക്യൂ ഓഫ് പൈയിലുണ്ടോ നോക്കുക. ഇവിടെ കോയിഫിഷ്യൻ്റ് 1 ആണ്. ആ 1 എന്ന് പറയുന്നത് ക്യൂ ഓഫ് പൈ ഓഫ് എക്സിനകത്തുള്ളതാണ്. ഇവിടെ എന്ന് പറയുന്നത് പൈ ആണ്, മൈനസ് പൈ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്യൂ ഓഫ് ഈ പൈ എന്ന് പറയുന്നത് ക്യൂ ഓഫ് പൈനകത്തുണ്ട് അല്ലേ. ക്യൂ ഓഫ് പൈ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് പ്ലസ് ഒരു പൈയും കൂടി ഉണ്ട്. ആൻഡ് ദിസ് പൈ ബിലോങ്സ് ടു അവർ എഫ്. Therefore, this polynomial x square minus pi belongs to q of pi of x. Okay, that is there exists a polynomial x square minus pi in q of pi of x such that alpha is a root of this polynomial. Therefore, alpha is algebraic over f. F equal to q of pi. Now we need to find the irreducible polynomial of alpha over q of pi. അല്ലേ? സോ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് പൈ ആണ്. അതിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. അപ്പോൾ നമുക്കറിയാം ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഒരു എഫ് ഓഫ് എക്സിനകത്ത് ഇറഡ്യൂസിബിൾ ആണോ എന്ന് നോക്കാൻ വേണ്ടി ആ പോളിനോമിയലിന് ആ എഫിൽ റൂട്ട്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. ആ ഫീൽഡ് എഫിൽ
എഫ് ഓഫ് എക്സിന് റൂട്ട്സ് ഒന്നും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇപ്പോൾ തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലം അനുസരിച്ച് ആ പ്രോബ്ലം പോലെ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഓവർ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനകത്ത് ഇറഡ്യൂസിബിൾ ആണെന്ന് പറയാൻ പറ്റും അല്ലേ. സോ നമ്മൾ നൗ വി ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് ദിസ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 5. So x square minus pi equal to 0, which implies x square equal to pi, which implies x equal to plus or minus root pi അല്ലേ. അപ്പോൾ നമുക്ക് ഈ പോളിനോമിയലിൻ്റെ റൂട്ട്സായി കിട്ടുന്നത് പ്ലസ് ഓർ മൈനസ് റൂട്ട് പൈ ആണ്. പക്ഷേ ഈ പ്ലസ് ഓർ മൈനസ് റൂട്ട് പൈയും ക്യൂ ഓഫ് പൈനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ മൈനസ് ഓഫ് റൂട്ട് പൈയും ക്യൂ ഓഫ് പൈനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതായത് ഈ പോളിനോമിയൽ എക്സ് സ്ക്വയർ മൈനസ് പൈൻ്റെ ഒരു റൂട്ട്സും എഫിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ദിസ് എഫ് ഓഫ് എക്സ് ഇസ് irreducible over f of x. ഓക്കെ, therefore ഇപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ പോളിനോമിയലാണ്, അതുപോലെ തന്നെ മോണിക് പോളിനോമിയലാണ്. ആൻഡ് ദിസ് പോളിനോമിയൽ ബിലോങ്സ് ടു ക്യൂ ഓഫ് പൈ ഓഫ് എക്സ് ആൻഡ് ദിസ് ഇസ് എ പോളിനോമിയൽ ഹാവിങ് ആൽഫ ആസ് എ റൂട്ട്. therefore irreducible polynomial of root pi over f. What is our f? f equal to q of pi. q of pi equal to x square minus pi. Then degree of root pi over q of pi equal to the degree. What is the degree of this polynomial? Which is equal to 2. So this is the answer. Now you have a remark. If our field f equal to q of root pi, okay, അപ്പോൾ q of root pi എന്ന് പറയുന്നത് set of all rational numbers plus root pi. Okay, then x minus root pi belongs to q of root pi of x. Therefore irreducible polynomial of root pi over q of root pi